സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിന് സർക്കാർ നൽകിയ പട്ടിക തള്ളി ഗവർണർ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിലൂടെ സ്ഥാനം തെറിച്ച സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും രണ്ട് സർവകലാശാലകളിലെയും വിസിമാരായി വീണ്ടും ഗവർണർ നിയമിച്ചു. സുപ്രീംകോടതി വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെയുള്ള നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് വീണ്ടും കത്തയച്ചു. ഗവർണറുടെ തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയെ തന്നെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനങ്ങൾ സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണമെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അതിനു പിന്നാലെ സംസ്ഥാന സർക്കാർ രണ്ട് സർവകലാശാലകളിലേക്കുമുള്ള താൽക്കാലിക വിസിമാരുടെ നിയമനത്തിനായി 3 പേർ വീതമടങ്ങുന്ന പട്ടിക രാജ്ഭവന് കൈമാറി. അതിനുശേഷം മുഖ്യമന്ത്രി 2 മന്ത്രിമാരും രാജ്ഭവനിലെത്തി അനുനയത്തിന്റെ സൂചന നൽകി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഗവർണർ ചെയ്തത്. താൽക്കാലിക വിസി നിയമനത്തിൽ ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് പറയുന്നതായിരുന്നു സുപ്രീം കോടതി വിധി. ഇതോടെ സർക്കാരിനെ വെല്ലുവിളിച്ച് താൽക്കാലിക വിസി നിയമനം വീണ്ടും നടത്തിയിരിക്കുകയാണ് ഗവർണർ. ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന് പിന്നാലെ സ്ഥാനം തെറിച്ച സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വിസി തന്നെയാക്കി വീണ്ടും നിയമിച്ചു. സാങ്കേതിക സർവകലാശാല വിസി സ്ഥാനം പോയിരുന്ന കെ ശിവപ്രസാദിനെ വീണ്ടും അവിടെ തന്നെ നിയമിച്ചു. സർക്കാരുമായി താനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സൂചന നൽകുന്നതാണ് ഗവർണറുടെ നിയമനങ്ങൾ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിയമനമെന്നും സുപ്രീം കോടതി വിധി ലംഘിച്ചുള്ള നിയമനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്തയച്ചു. ഗവർണറുടെ പുതിയ നീക്കത്തിനെതിരെ കോടതിയെ തന്നെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനം. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഗവർണർക്ക് ചാൻസലർക്ക് വയ്ക്കാം, പക്ഷേ അത് നിയമത്തിനനുസരിച്ചായിരിക്കണം. ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. കോടതി വിധിയെ ശരിയായ രീതിയിലല്ലാതെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമനം നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AGയുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. 2 വിസിമാർക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ SFIയും ആലോചിക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.